കർക്കടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ സമയത്ത് കഴിക്കുന്ന പ്രധാന ഭക്ഷണമാണ് കർക്കിടക കഞ്ഞി. ഔഷധ ചേരുവകളും പോഷക സമൃദ്ധമായ ധാന്യങ്ങളും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്കൊരു കർക്കിടക കഞ്ഞി തയ്യാറാക്കിയാലോ? മേക്കുട്ടി, ഇതാണ് കറുക, ഇത് ചെറുള, ഇത് തഴുതാമ, ഇത് പൂവാങ്കുരുന്നില, ഇത് മുക്കൂറ്റി, അച്ചമ്മ തിളപ്പിക്കുന്നില്ല, വെള്ളം തിളപ്പിക്കുന്നത്, ഇത് കീഴാർനെല്ലി, കണ്ടതിനൊരു ചെറിയ കാ പോലെയുണ്ട്, ഇത് മുയൽ ചെവിയൻ, ഇതിൻ്റെ പൂവും നമ്മൾ അപ്പൂപ്പന്താടി പോലെ പറപ്പിക്കും, ഇത് കല്ലുരുക്കി, ഇത് വള്ളി ഒഴിഞ്ഞ, അതിൻ്റെ കാ കണ്ടോ, നമ്മളിങ്ങനെ നെറ്റിയിലിടിച്ച് പൊട്ടിക്കും, ഇത് നിലമ്പുല്ലടി, നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന പുല്ല്, ഇത് മേക്കുട്ടിക്ക് അറിയാവുന്ന സാധനമാണ് തൊട്ടാവാടി. കണ്ടോ, തൊട്ടപ്പോൾ അത് വാടി ഇല കൂമ്പിപ്പോയുണ്ടോ. ഇനി അമ്മ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ വെച്ച് അരച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചു. എന്തിനാണെന്നറിയാമോ? കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ. എന്തിനാ കുടിക്കുന്നേ? നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ. ഈ കഞ്ഞി ഉണ്ടാക്കാൻ നമ്മൾ ഞവരയരി, ചതകുപ്പ, ആശാളി, ഇതെല്ലാം നാട്ടിലെ പച്ചമരുന്ന് കടയിൽ കിട്ടുന്ന സാധനങ്ങളാണേ. ഉലുവ, ജീരകം എന്നിവ എല്ലാം കൂടെ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. കക്കും കായ തലേ ദിവസം വെള്ളത്തിലിട്ട് അരച്ചതും അരച്ചു വെച്ചിരിക്കുന്ന പച്ചമരുന്നും ചേർത്ത് ഒരു 5-10 മിനിറ്റ് വേവിക്കും. ഈ സമയം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് നന്നായി ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഞ്ഞിയും കൊണ്ട് മിയക്കുട്ടിയുടെ അടുത്ത് ചെന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന കക്കും കായ പച്ചമരുന്ന് കടയിൽ ലഭ്യമാണ്. അത് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പ് 10 മണിക്കൂറോളം കുതിർത്ത് അരച്ചാണ് കഞ്ഞിയിൽ ചേർക്കേണ്ടത്. ഞാനിതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പച്ചമരുന്നും വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ലഭ്യമായത് എന്താണോ അത് ഉപയോഗിക്കുക. എനിക്ക് ഇത്രയുമാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അത്രയും ഉപയോഗിച്ചു. ധാന്യങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ മുതിര, ചെറുപയർ എന്നിവ ചേർക്കാവുന്നതാണ്. ഞവരയരി നന്നായി വെന്ത് കിട്ടാൻ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ട് 10-20 മിനിറ്റ് വേകാൻ അനുവദിക്കുക.